ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നിൽക്കുന്നത് ട്രിവാൻഡ്രത്ത് മച്ചയിലിനടുത്തുള്ള കുരുവിൻമുകൾ അല്ലെങ്കിൽ ശിവജിപുരം എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇരിക്കുന്നത്. അപ്പോൾ ഈ ഒരു വീട് നമുക്ക് മച്ചയിൽ ജംഗ്ഷനിൽ നിന്ന് നമുക്ക് മച്ചയിൽ ബ്രിഡ്ജിൻ്റെ അവിടെ നിന്ന് ഒരു 2 കിലോമീറ്റർ മാത്രമാണ് വരുന്നത്. നമുക്ക് ഇതിൻ്റെ തൊട്ടടുത്താണ് ഊരുട്ടമ്പലം വരുന്നത്, 3.5 കിലോമീറ്ററാണ്. നമുക്ക് ബാലരാമപുരത്ത് നിന്നൊക്കെ ഒരു 4 കിലോമീറ്റർ ട്രാവൽ ചെയ്താൽ നമുക്ക് ഈ ഒരു വീട്ടിലെത്താൻ സാധിക്കും. അപ്പോൾ ഇതിന് തൊട്ടടുത്ത് തന്നെ നമുക്ക് വായസ വിദ്യാഭവൻ സ്കൂളും ഒരു 600 മീറ്റർ മാത്രം മാറിയിട്ടായിട്ട്, അപ്പോൾ 600 മീറ്റർ മാറിയിട്ട് നമുക്ക് ഒരു സ്കൂളും നമുക്കിവിടെ വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വീടിൻ്റെ വിശേഷമാണ് അപ്പോൾ ഇന്ന് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഈ ഒരു വീട് വരുന്നത് 4 സെൻറ്റിൽ 1000 സ്ക്വയർ ഫീറ്റിൽ 3 ബെഡ്റൂമുള്ള ഒരു വീടാണ്. അപ്പോൾ നമുക്കൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി വീടായിട്ടാണ് നമുക്ക് ഈ ഒരു വീട് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ റേറ്റും കാര്യങ്ങളെല്ലാം നമ്മൾ വീടിൻ്റെ അപ്പോൾ ഈ ഒരു വീഡിയോയുടെ അവസാനം നമ്മൾ റേറ്റും കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു വീടിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നോക്കാം. അപ്പോൾ ഫ്രണ്ടിലോട്ട് വരുമ്പോൾ നമുക്കൊരു സ്ലൈഡിങ് ആൻഡ് ഫോൾഡിങ് ഗേറ്റാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്കൊരു ഗേറ്റ് തുറന്ന് നമുക്ക് വീടിൻ്റെ ഉള്ളിലോട്ടുള്ള കാഴ്ച കാണാം. അപ്പോൾ വീടിൻ്റെ ചുറ്റുപാട് തന്നെ റെസിഡൻഷ്യൽ ഏരിയയാണ് വരുന്നത്. അപ്പോൾ നമ്മൾ ഈ വീടിൻ്റെ ഗേറ്റ് തുറന്ന് ഉള്ളിലോട്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് ഫ്രണ്ടിലായിട്ട് അപ്പോൾ നമുക്ക് ഫ്രണ്ട് പോർഷനിൽ ഒരു കാറ് നമുക്ക് സുഖമായിട്ട് പാർക്ക് ചെയ്യാനുള്ള സ്പേസ് നമുക്ക് ഫ്രണ്ടിലുണ്ട്. തറയിൽ ഫുള്ള് നമുക്ക് ഇൻ്റർലോക്ക് ഫ്രണ്ടിൽ ഫുള്ള് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് വീടിൻ്റെ ഫ്രണ്ട് ലുക്ക് വരുന്നത്. അപ്പോൾ ഈ ഒരു വീടിന് പൈപ്പ് കണക്ഷനാണ് നമുക്ക് മെയിനായിട്ട് വരുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഈ വീടിൻ്റെ സിറ്റൗട്ട് നോക്കാം. 10x6 ഡയമെൻഷനിലുള്ള ഒരു സിറ്റൗട്ടാണ് നമുക്ക് ഫ്രണ്ടിൽ വരുന്നത്. ഇപ്പോൾ ഇവിടെ തൂണിൽ നമുക്ക് ഇവിടെ ഫ്രണ്ട് വാളിലെല്ലാം തന്നെ ടെക്സ്ചർ വർക്ക് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം വലിപ്പമുള്ള ഒരു സിറ്റൗട്ടാണ് ഇവിടെ ഫ്രണ്ട് പോർഷനിൽ കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് വീടിൻ്റെ ഫ്രണ്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് ഇവിടെ ഒരു ഡോറ് വരുന്നത്, മെയിൻ എൻട്രൻസ് ഡോറ് ഫുള്ളും തന്നെ പ്ലാവിൽ ചെയ്തിട്ടുള്ള ഒരു ഡോറാണ് വരുന്നത്. നല്ലൊരു ഡിസൈനാണ് നമുക്ക് ഈ ഒരു ഡോറിന് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് വീടിൻ്റെ ഉള്ളിലോട്ടുള്ള കാഴ്ച കയറി കാണാം. അപ്പോൾ നമ്മൾ വീടിൻ്റെ ഉള്ളിലോട്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് 22x14 ഡയമെൻഷനിലുള്ള ഒരു ലിവിങ് ഏരിയയാണ് നമുക്ക് ഇവിടെ കയറി വരുമ്പോൾ കാണുന്നത്. മുകളിൽ സീലിംഗ് വർക്ക്, സ്പോട്ട് ലൈറ്റ്, സ്ട്രിപ്പ് ലൈറ്റ് ഒക്കെയാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഫ്രണ്ടിൽ ഈ ഒരു വലിയൊരു TV യൂണിറ്റാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ബോർഡ് വർക്കിൽ ചെയ്തിട്ടുള്ളതാണ് ഈ ഒരു TV യൂണിറ്റ് മുഴുവനായിട്ട് വരുന്നത്. അപ്പോൾ അതിന് പുറകിലായിട്ട് ടെക്സ്ചർ വർക്ക് ചെയ്തിട്ട് ഡിസൈൻ ചെയ്തിട്ടുണ്ട് കണ്ടോ. ഇപ്പം ധാരാളം സ്റ്റോറേജ് സ്പേസ് നമുക്കിവിടെ ഫ്രണ്ടിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഇത്രയും വലുപ്പമുള്ള ഒരു ലിവിങ് ഏരിയയാണ് നമുക്ക് വരുന്നത്. ഇപ്പോൾ 22x14 നമുക്ക് ഈ ലിവിങ് ഏരിയയുടെ ഡയമെൻഷൻ വരുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു വീടിന് 3 ബെഡ്റൂം വരുന്നത്. ഒന്ന് നമ്മൾ കയറി വരുമ്പോൾ ഈ ഇടത് സൈഡിലും, ഒന്ന് തൊട്ട് ഈ TV യൂണിറ്റിൻ്റെ നേർക്ക് ഇപ്പുറത്തെ ഇടത് സൈഡിലായിട്ട് വരും. പിന്നെ ഒരു റൂമുള്ളത് നേരെ ഈ ഭാഗത്തായിട്ടാണ് വരുന്നത്. നമുക്ക് കിച്ചനും ഡൈനിങ് ഏരിയയും ഈ ഒരു ഭാഗത്തായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്ക് ഇവിടുത്തെ ഡൈനിങ് ഏരിയയാണ് നോക്കുന്നത്. അപ്പോൾ ഡൈനിങ് ഏരിയ നമുക്ക് വരുന്നത് 10x10 ഡയമെൻഷനിലാണ് ഈ ഒരു ഡൈനിങ് ഏരിയ വരുന്നത്. നമുക്ക് കുറച്ച് ഗ്രിപ്പ് കിട്ടുന്ന ടൈപ്പ് ടൈലാണ് ഡൈനിങ്ങിലും കിച്ചണിലും യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇവിടെ ആയിട്ട് നമുക്കൊരു വാഷിംഗ് യൂണിറ്റ് ഈ ഒരു ഭാഗത്ത് കൊടുത്തിട്ടുണ്ട്. താഴെ ഒരു സ്റ്റോറേജ് സ്പേസും നൽകിയിട്ടുണ്ട്. ഇവിടെ നമുക്ക് അത്യാവശ്യം ഒരു വലിയൊരു ടേബിളൊക്കെ ഇട്ട് നമുക്ക് കഴിക്കാൻ വേണ്ടിയുള്ള, അപ്പോൾ നമുക്കിവിടെ ഒരു ഇവിടെ നമുക്കൊരു ചെറിയ ഡൈനിങ് ടേബിളൊക്കെ ഇട്ട് കഴിക്കാൻ വേണ്ടിയുള്ള നല്ല സ്പേസ് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. പിന്നെ നമുക്കിവിടെയാണ് ഓപ്പൺ കിച്ചൺ വരുന്നത്. നമുക്കിവിടെ ആയിട്ട് ബോർഡ് വർക്കിൽ തന്നെ ഒരു പാർട്ടീഷൻ പോലെ സംഭവം ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്കിവിടെ കിച്ചൺ വരുന്നത്, അപ്പോൾ നമുക്കിവിടുത്തെ കിച്ചൺ വരുന്നത് 10x10 ഡയമെൻഷനിൽ തന്നെയാണ് ഈ ഒരു കിച്ചണും വരുന്നത്. അപ്പോൾ ഈ ഒരു കിച്ചണും ബോർഡ് വർക്കിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. അതിൽ പെയിൻറ്റ് ചെയ്തിട്ടുള്ളതാണ് ഈ ഒരു കിച്ചൺ വരുന്നത്. നമുക്ക് അത്യാവശ്യം സ്റ്റോറേജ് സ്പേസ് എല്ലാം നമുക്ക് ഈ ഒരു ചെറിയ കിച്ചണിന് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ആയിട്ട് നമുക്ക് ഒരു സിങ്കും വരുന്നുണ്ട്. പിന്നെ നമുക്ക് പുറത്തോട്ട് നോക്കിയാൽ നമുക്ക് ഇവിടെയും ഒരു സിങ്ക് പുറത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അവിടെ ഒരു നനകല്ല് നമുക്ക് ആ ഭാഗത്ത് ഇട്ടിട്ടുണ്ട്. ഇത്രയും സ്പേസ് നമുക്ക് ബാക്ക് സൈഡിൽ കിട്ടുന്നുണ്ട്. ഇനി നമുക്ക് ഈ വീടിൻ്റെ ബെഡ്റൂം നോക്കാം. നമുക്ക് ഫസ്റ്റ് ഈ ഒരു സൈഡിലാണ് നമുക്ക് ബെഡ്റൂം വരുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു ബെഡ്റൂം വരുന്നത് 10x10 ഡയമെൻഷനിലാണ് നമുക്ക് ഈ ഒരു ബെഡ്റൂം വരുന്നത്. ഇവിടെ ആയിട്ട് ഒരു വാർഡ്രോബ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. വാർഡ്രോബ് നമുക്ക് ഈ ഒരു ഭാഗത്ത് എടുത്തിട്ടുണ്ട്. ഇത് ബോർഡ് വർക്ക് തന്നെ. അപ്പോൾ ഇതും ബോർഡ് വർക്ക് തന്നെയാണ് വരുന്നത്. പിന്നെ ഇവിടെ നമുക്ക് അറ്റാച്ച്ഡ് ബാത്റൂം കൊടുത്തിട്ടുണ്ട്. PVC ഡോർ തന്നെയാണ് നമുക്ക് ഈ ഒരു ഭാഗത്ത് ഈ ഒരു ഡോറാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഉള്ളിലോട്ട് വശം നമുക്ക് ഗ്രിപ്പിംഗ് ടൈൽ തന്നെ ഇട്ടിട്ടുണ്ട്. ബാക്കി ബ്രാൻഡഡ് ഫിറ്റിങ്സ് ഒക്കെ തന്നെ യൂസ് ചെയ്തിട്ടുള്ളത് നമുക്ക് ആ ഭാഗത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടുത്തെ രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത് നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ടാണ്. അപ്പോൾ ഇതും സെയിം നമുക്ക് 10x10 ഡയമെൻഷനിൽ തന്നെയാണ് നമുക്ക് ഈ ഒരു ബെഡ്റൂം വരുന്നത്. ഇവിടെ ഒരു വാർഡ്രോബ് കണ്ടോ ഈ ഒരു ഭാഗത്ത് കൊടുത്തിട്ടുണ്ട്. ഗ്രീനും വൈറ്റും കളർ കൊടുത്തിട്ടാണ് ബോർഡ് വർക്ക് ചെയ്തിട്ടുള്ളത്. പിന്നെ നമുക്ക് ഇവിടുത്തെ PVC ഡോറ് ഇതാണ് വരുന്നത് ബാത്റൂമിന്. നമ്മളപ്പുറത്ത് കണ്ട അതേ ഒരു സ്പേസ് തന്നെയാണ് നമുക്ക് ഇവിടെയും വരുന്നത്. ബാക്കി എല്ലാ ബ്രാൻഡഡ് ഫിറ്റിങ്സും ഇവിടെ യൂസ് ചെയ്തിട്ടുണ്ട്.
ഇനി നമുക്ക് ഈ വീടിൻ്റെ ലാസ്റ്റ് ഒരു ബെഡ്റൂം വരുന്നത് നമ്മുടെ ഈ ഡൈനിങ് ഏരിയയുടെ ഈ ഒരു സൈഡിലായിട്ടാണ് വരുന്നത്. അപ്പോൾ ഈ കാണുന്ന ബെഡ്റൂമിന് 14x12 ഡയമെൻഷനാണ് ഈ ഒരു ബെഡ്റൂമിന് വരുന്നത്. ഇതാണ് കുറച്ച് വലിപ്പം കൂടിയ ബെഡ്റൂം ഈ ഒരു വീടിന് വരുന്നത്. ഇവിടെ ആയിട്ടൊരു വിൻഡോ വരുന്നുണ്ട്. അപ്പോൾ സെയിം അപ്പുറത്ത് കണ്ട അതേ ഒരു ടൈപ്പ് വാർഡ്രോബാണ് നമുക്ക് ഇവിടെ കൊടുത്തിട്ടുള്ളത്. വൈറ്റ് ആൻഡ് ഒരു ഓറഞ്ച് കളർ തീമിലാണ് ചെയ്തിട്ടുള്ളത്. ബോർഡ് വർക്ക് തന്നെയാണ്. പിന്നെ ഇവിടുത്തെ PVC ഡോറുണ്ട്. ഈ ഒരു ഡിസൈനാണ് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇതും കൂടെ അകത്ത് കയറി കാണാം. ഇപ്പോൾ ഇവിടെയും നമ്മൾ സെയിം അപ്പുറത്ത് കണ്ട അപ്പുറത്ത് ടൈലിന് കൊടുത്തിട്ടുള്ളത്. കുറച്ചുകൂടെ സ്പേസ് ഉണ്ട്. ബാക്കി എല്ലാ ബ്രാൻഡഡ് ഫിറ്റിങ്സ് തന്നെയാണ് ഇവിടെ കോമൺ ആയിട്ട് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു വീടിൻ്റെ ആസ്കിംഗ് പ്രൈസ് വരുന്നത് 35 ലക്ഷമാണ്. അത് നെഗോഷ്യബിൾ ആണ്. നിങ്ങൾക്കപ്പം ഈ വീട് ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്ത് നിങ്ങൾക്ക് ഇവിടെ ഒന്ന് കാണാൻ സാധിക്കുന്നതായിരിക്കും. നിങ്ങൾ ഹോം ലോണിനാണ് വീടെടുക്കാൻ താല്പര്യം എങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ ലോണൊക്കെ നമുക്ക് അറേഞ്ച് ചെയ്ത് തരാൻ സാധിക്കും. നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ആരെങ്കിലും ഈ വീട് വാങ്ങിക്കാനായിട്ടൊക്കെ താല്പര്യമുണ്ടെങ്കിൽ അവർക്ക് ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങളുടെ ബഡ്ജറ്റ് 50 ലക്ഷത്തിന് കുറച്ച് മുകളിലോട്ടുള്ള വീടാണ്, അല്ലെങ്കിൽ 1 കോടിക്ക് പുറത്തോ അല്ലെങ്കിൽ 50 ലക്ഷത്തിന് താഴോട്ടുള്ള ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള വീടാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ നമ്മുടെ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ ട്രിവാൻഡ്രത്ത് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള വീട് നിങ്ങൾ തീർച്ചയായും കാണിച്ചു തരുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ തുടർന്ന് നമ്മളിടുന്ന ഓരോ വീഡിയോ നിങ്ങൾക്ക് വരുമ്പോഴത്തേക്ക് അറിയാൻ സാധിക്കുന്നതായിരിക്കും. അപ്പം ഇതുപോലെ മനോഹരമായ മറ്റൊരു വീടിൻ്റെ വിശേഷമായിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോ കടന്നു വരാം. എല്ലാവർക്കും നന്ദി.